അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഫർസാനയുടെ ഉമ്മയും ഉപ്പയും അനിയത്തികളും അതാ ഉസ്താദിൻ്റെ വീട്ടിൽ ചായ കുടിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഉമ്മ നല്ല രീതിയിൽ അവരെ സ്വീകരിക്കുന്നുമുണ്ട്. അങ്ങനെ അവർ പരസ്പരം വിശേഷങ്ങളുമെല്ലാം പങ്കുവച്ചു. അതിൽ ഉമ്മ പറഞ്ഞു, എന്തേ മോളെ കൊണ്ടുവന്നൂടേനോ, ഒന്ന് കാണും ചെയ്യാനല്ലോ. അവർക്കതിന് ഉത്തരമുണ്ടായിരുന്നില്ല. തൻ്റെ മകൾ മറ്റൊരുത്തൻ്റെ കൂടെ പോയിട്ടുണ്ട്, എന്നിട്ട് അവളിപ്പോൾ ഗൾഫിലെത്തി എന്നുള്ള കാര്യമൊന്നും അവർ പറഞ്ഞതേയില്ല. അവർക്ക് ശരിക്കും ടെൻഷനായിരുന്നു അതിനെക്കുറിച്ച്. അത് ഇനി ഇൻഷാ അല്ലാഹ് പിന്നൊക്കെ ആയിക്കോട്ടല്ലേ, പഠിച്ചവൻ്റെ വിധി ഉണ്ടെങ്കിലേ എൻ്റെ കുട്ടിനെ കൊണ്ട് ഓളെ കെട്ടിക്കണം. എൻ്റെ കുട്ടിക്ക് വലിയ ഇഷ്ടേനോ. ആദ്യമൊക്കെ എന്നും പറയും, ഉമ്മാക്ക് പറ്റിയൊരു പെൺകുട്ടിയുണ്ട്, അതും എൻ്റെ ഉസ്താദിൻ്റെ മോളെ തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതിനാക്കാം. അപ്പോഴൊക്കെ ഞാൻ പറയും, എൻ്റെ പൊന്നുമോനെ, ഉമ്മാൻ്റെ കുട്ടിക്ക് നമ്മളെ ഈ വീട്ടിലേക്കൊക്കെ ഇങ്ങനെ ഓല കിട്ടുമോ? അതിനെന്തോ അങ്ങനത്തെ ജാടുള്ള ആൾക്കാരെന്നല്ല, നല്ല എൻ്റെ ഉസ്താദല്ലേ, അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞോന്നല്ല, അവൾ ഇങ്ങോട്ടൊരു ഇഷ്ടം പറഞ്ഞതാണ്. അപ്പം പിന്നെ ഞാനും വിചാരിച്ചു എന്തൊക്കെ തന്നെയാലും ജീവിതത്തിൽ ഒരു കല്യാണം അത്യാവശ്യമാണ്. അപ്പം പിന്നെ ഇനിയിപ്പോൾ അങ്ങനെ അങ്ങോട്ട് ആക്കാമെന്നും വിചാരിച്ചു. പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് വളരെ ഇഷ്ടം തോന്നുകയും ചെയ്തു. അതാണ് എൻ്റെ കുട്ടി എപ്പോഴും ഇങ്ങനെ ആ കാര്യത്തിനെ കുറിച്ച് പറയുകയെ. അപ്പം ഞാൻ വിചാരിച്ചു, ആയിക്കോട്ടെ മോനെ, എൻ്റെ കുട്ടീൻ്റെ ഇഷ്ടം എന്താ അത് നടത്തി തരും, കഴിയുന്നതും പെട്ടെന്നാക്കാൻ നോക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നിടയിൽ ഞാൻ ഒരു ദിവസം ചോദിച്ചു, അല്ല മോനെ, എൻ്റെ കുട്ടീൻ്റെ കല്യാണക്കാര്യം എനിക്ക് ദിവസം കൂടിക്കൂടി വരില്ല, വയസ്സ് കൂടില്ല അതിനനുസരിച്ച്. അപ്പോൾ എൻ്റെ മോൻക്ക് ആ ഉസ്താദിനോടൊന്ന് ചോദിച്ചു നോക്കൂ, നമുക്ക് നടത്തേനെന്നാൽ ഇനിയിപ്പോൾ എങ്ങനെയൊക്കെ ഏതൊക്കെയാണ് പറയാൻ പറ്റൂലല്ലോ. എൻ്റെ കണ്ണെടുക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ കുട്ടിക്കൊരു ഇണയെ വേണം. അങ്ങനെ ഞാൻ ഓനോട് പറഞ്ഞ സമയത്ത് പിന്നെ ഓൻ അതിനെക്കുറിച്ച് വല്ലാതെ അങ്ങോട്ട് പറഞ്ഞിട്ടില്ല. അത് എന്താ അറിയില്ല. ഓൻ പറഞ്ഞു, അത് പിന്നെ നമുക്ക് ആലോചിക്കാം, അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കണ്ട. ഞാൻ വിചാരിച്ചു, പൊന്നുമോനെ, നിന്നെ മാത്രം മനസ്സിൽ ആഗ്രഹിച്ച് വെച്ചൊരു പെൺകുട്ടി ഉണ്ട് അവിടെ, അവൾ നിന്നെ കാത്തിരിക്കുകയായിരിക്കും. പിന്നെ നീ ഇങ്ങനെ വിഷയം മാറ്റില്ല, എങ്ങനെ എൻ്റെ പൊന്നുമോനെ എന്ന് പറഞ്ഞു. അപ്പോഴും ഓൻ പറഞ്ഞത്, അതൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നെ സമയമാകട്ടെ. ഇനി എന്നാ മോനെ സമയമാകാൻ? അങ്ങനെ ഞാനും ഓനും ഓരോ പ്രശ്നമാണ്. കാരണം ഈ ഒരു കല്യാണക്കാരും പറഞ്ഞിട്ട് തന്നെ കേട്ടോ, വേറൊന്നുമില്ല. അപ്പോൾ ഞാൻ പറയാം, നമുക്ക് ഹയറാണെങ്കിൽ നടത്തി കൊടുത്താൽ മതിയായിരുന്നു. ഇത് എനിക്കും തന്നെ ഓൻ്റെ കാര്യത്തിലൊരു ടെൻഷനാണ്. പിന്നെയെന്ന് വെച്ചാലേ, ആണുങ്ങളല്ലേ ഒരു കാലത്ത് പെണ്ണിട്ടിച്ച് കൊടുക്കാഞ്ഞാൽ വല്ല വേറെ തെറ്റിലേക്കും പോയാൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമാണ്. അപ്പോൾ മനസ്സിലങ്ങനെ ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ചൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അതന്നെ ആയിരിക്കും നല്ലത് ഞാനും വിചാരിച്ചു. ഫർസാനയുടെ ഉമ്മയും ഉപ്പയും ഒന്നും മിണ്ടിയില്ല. അവർക്കൊന്നും മിണ്ടാൻ ഇല്ലായിരുന്നു. അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ആ ഉമ്മയുടെ വാക്കിന് മുമ്പിൽ അവർക്ക് എന്ത് ചെയ്യണം എന്ത് പറയണം അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. സത്യം പറഞ്ഞാൽ തങ്ങളുടെ മകൾ ചെയ്തു പോയ ആ ഒരു അപരാധം അവളുടെ മനസ്സിലേക്ക് അപ്പോഴാണ് കൂടുതൽ വേദന ഉള്ളതാക്കിയത്. പടച്ച റബ്ബേ, അല്ലാ, കുറച്ചുകൂടി ചായ ഒഴിച്ചോളി. എന്താ നിങ്ങളിങ്ങനെ കഴിക്കാതിക്കണേ? ഒന്നുമില്ല, ഞങ്ങൾ ചായയുടെ കഴിഞ്ഞ് വന്നതാണേ. ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പം പിന്നെ അല്ല, നിങ്ങളിവിടെ ഒറ്റയ്ക്ക്? ഞാനും എൻ്റെ മോനും തന്നെ. പിന്നെ മോനിങ്ങനെ 2 ദിവസം കൂടുമ്പോൾ ഒരാഴ്ച കൂടുമ്പോഴൊക്കെ ഇങ്ങനെ വരും. പിന്നെയെന്ന് വെച്ചാൽ പടച്ച റബ്ബുണ്ടല്ലോ നമുക്ക്, അള്ളാഹു കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്താ, നമ്മളെ ഓത്തു നിസ്കാരമൊക്കെ ആയിട്ട് നിന്നാൽ പിന്നെ നേരില്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് പോയി കിടക്കേണ്ട സ്ഥലം ഖബറന്നല്ല, അവിടേക്കും ഒരു കുട്ടി വരുമല്ലോ നമ്മളപ്പം. ഞാൻ വിചാരിക്കും, ഇപ്പോൾ ഇവിടെ പുറത്ത് ആളും മനുഷ്യന്മാരെങ്കിലും ഉണ്ട് വിളിച്ചാൽ കേൾക്കണേ. അവിടെ ചെന്നാൽ ആരാ ഉണ്ടാകുക? നമ്മൾ ചെയ്ത ഇബാദത്ത് മാത്രമേ നമ്മളെ കൂട്ടിനുണ്ടാവുള്ളൂ. അല്ലാതെ കുട്ടികളും മക്കളും കുടുംബങ്ങളും അയൽവാസികളും വീട്ടുകാരൊന്നും ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഞാൻ അങ്ങനെയാണ് വിചാരിച്ച് സമാധാനപ്പെടും. സത്യം പറഞ്ഞാൽ എൻ്റെ മോൻ്റെ ഉപ്പ മരണപ്പെട്ടപ്പോൾ ഞാൻ പഠിച്ചോനെ, എനിക്കെൻ്റെ ജീവിതത്തിലുള്ളൊരു തണിയായിരുന്നു അദ്ദേഹം. ഞാരാന്ന് വിചാരിച്ചു. പടച്ച റബ്ബ് എനിക്കൊരു മകനെ സമ്മാനിച്ചിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു, അല്ലാ, ഇതും ഇല്ലാത്തവർ, മക്കളില്ലാത്തവരില്ലേ, എനിക്ക് അൽഹംദുലില്ലാ ഒരു മോനെങ്കിലും ഉണ്ടല്ലോ എന്ന് കരുതി ഞാൻ പടച്ച റബ്ബിനെ സ്തുതിച്ചു. എൻ്റെ മോനെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതിൻ്റെ അപ്പുറമില്ല. അത് മാത്രമല്ല, എൻ്റെ കുട്ടീനെ ഞാൻ ആദ്യം തന്നെ ദർസ് കൊണ്ടാക്കി. എന്തിനാ കൊണ്ടാക്കിയത്?
വല്ല കൂട്ടുകെട്ടിലും മയക്കുമരുന്നിലായിരുന്നു ഇതിലൊക്കെ പെട്ടുകാണ്ട് എൻ്റെ കുട്ടി കേട് വരുന്ന പേടിച്ചിട്ട് ഞാൻ ചെറുപ്പം മുതൽ തന്നെ അങ്ങോട്ട് ഓൻ്റെ ഉപ്പാൻ്റെ ഒരു ആഗ്രഹം എന്നത് നമ്മളെ കുട്ടീനെ നല്ലൊരു ആലിമാക്കണം എന്നുള്ളത്. അങ്ങനെ ദർസിൽ ചേർത്തി എൻ്റെ കുട്ടി അവിടുന്ന് പഠിച്ച് വളർന്ന് ബിരുദമൊക്കെ എടുത്ത് ഇപ്പം അൽഹംദുലില്ലാ നല്ലൊരു മോനായിക്കണം എൻ്റെ കുട്ടി. എൻ്റെ കുട്ടിക്ക് ഇനി ഒരു കല്യാണത്തിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഓക്കെ. പിന്നെ വീടും അതൊക്കെ അൽഹംദുലില്ലാ ഇപ്പം അത് മതിയല്ലേ, നമുക്ക് വേണമെന്നുണ്ട് ഇനി ഉണ്ടാക്കാമല്ലോ. എനിക്കും ഇത് പോരെ. ഇനിയിപ്പോൾ ഓൻ്റെ കൂടെ ഒരു പെൺകുട്ടി വരികയാണെങ്കിലും നല്ല സുഖമായ ജീവിതം ആ കുട്ടിക്ക് ഇവിടെ ഉണ്ടാവും. അതൊക്കെയാണ് ഞാൻ വിചാരിക്കണേ. എന്തൊക്കെ തന്നെയായാലും അള്ളാഹു എവിടെയാണ് അവൻ കണക്കാക്കി വെക്കണത്. ഫർസാനയെക്കുറിച്ച് കൂടുതൽ ഇവർ പറയാത്തത് കൊണ്ട് തന്നെ ഉമ്മാക്ക് ഏറെക്കുറെ ബോധ്യപ്പെട്ടു. കാരണം അവരുടെ മകളെ എൻ്റെ മോനെ കൊണ്ട് കെട്ടിക്കാൻ പറ്റില്ലായിരിക്കും. ഞങ്ങളെ വീടൊക്കെ പാവപ്പെട്ട ഈ ഓടിട്ട ചെറിയ വീടൊക്കെ അല്ലേ, അപ്പോൾ പിന്നെ ഇങ്ങോട്ടൊന്നും അതുകൊണ്ടായിരിക്കും അവർ കൂടുതലൊന്നും മിണ്ടാത്തതെന്നും വിചാരിച്ചു. എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. ആ ഉമ്മയും ഉപ്പയും മക്കളും പറയുന്നു, അല്ലാ നിങ്ങൾ ഇറങ്ങുക, കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട് ഉച്ചക്ക് ചോറ് നിന്നിട്ട് പോകാം. നല്ല നാടൻ കോയുണ്ട്, നമുക്കൊന്ന് തന്നെ അർപ്പിച്ച് കണ്ട് ഈ കടയിൽ കൊണ്ടുപോയി കൊടുത്താൽ മതി. ഓല് അറുത്തിട്ട് നമുക്ക് എന്താ വെച്ചാൽ ഉണ്ടാക്കുക. നിങ്ങൾ ഇരിക്കുക കുറച്ച് നേരം കൂടി. നിങ്ങൾ വന്നതല്ല ആദ്യമായിട്ട് ഒന്നും തന്നിട്ടുമില്ലല്ലോ ഞാൻ. ഒന്നും വേണ്ട, നിങ്ങൾ ഈ ഒരു മനസ്സ് നിറഞ്ഞൊരു സന്തോഷത്തോടെയുള്ള സ്വീകരണം അത് മാത്രം മതി. നമ്മൾ കുറേ തിന്നണം കുടിക്കണമല്ലോ, മനുഷ്യന്മാരുടെ സ്വഭാവമല്ലേ എപ്പോഴും വലുത്. അല്ലാ നിങ്ങൾ ദുആ ചെയ്യട്ടാ. ഇൻഷാ അല്ലാഹു നിങ്ങൾ ചോറ് കഴിച്ചിട്ട് പോവാ. അല്ല ഞങ്ങൾ പോട്ടെ, ഞങ്ങളിനി പിന്നെ വരണ്ട് ഇൻഷാ അല്ലാ. മക്കളെ നിങ്ങൾ പോവുക എല്ലാവരും. ഒരു ദിവസം നിൽക്കാൻ വരേണ്ടിട്ട് എല്ലാവരും. ഇവിടെ ആരും ഇല്ലല്ലോ, ഒരു ദിവസം ഷെഫിമോനുള്ള ദിവസം ഒരു ദിവസം നിൽക്കാൻ വരേണ്ട എല്ലാവരും. എനിക്ക് സന്തോഷമുള്ളൂ മനസ്സിക്ക്. ഇൻഷാ അല്ലാ അക്കെ നമ്മൾ വരണ്ട്. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ കേട്ടോ. ഉമ്മ കൈ പിടിച്ച് സലാം പറഞ്ഞുകൊണ്ട് മുത്തി. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. കൈ കൊടുക്കുന്നതിനിടയിൽ ഉമ്മ അതാ ഒരു പൊതി അവരുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു. ഇത് പിടിച്ചോളെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാ ഇതെന്താ? ഒന്നുമില്ല, നമ്മളൊരു പൂതിക്ക് നിങ്ങൾ തന്നാണ്. ഇനിയിപ്പോൾ മോൻ്റെ കല്യാണക്കാലത്തൊക്കെ കൂട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ ആവശ്യം അയക്ക് നിങ്ങൾ എടുത്തോളൂ. ഇനിയിപ്പോൾ മോന് മഹർ വാങ്ങണമെന്നുണ്ടെങ്കിലോ എന്തെങ്കിലും തന്നെ ആണെങ്കിലും നമ്മളെ വകയായിട്ടൊരു സഹായം നിങ്ങൾ വിചാരിച്ചു. പഠിച്ച റബ്ബേ ഒന്നും വേണ്ട, എൻ്റെ മോൻ്റെ ആയം തന്നെ നല്ല നെയ്യട്ട് ഉമ്മ, ഞാൻ നയിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് മതിട്ടോ മഹർ അങ്ങനെ പറഞ്ഞിരിക്കണം എൻ്റെ കുട്ടി. അപ്പം ഞാൻ പറയും മോനെ അതൊക്കെ ആയി കിട്ടുമോടാ. അപ്പോൾ ഒരു പവൻ്റെ വില എന്താണ്, എൻ്റെ കുട്ടിക്ക് എത്ര ശമ്പളം, അതൊക്കെ ഒന്ന് ആയി കൂട്ടി വെക്കുമ്പോൾ ഒരു പവന് ഒരു 3/4 പവന് വേണ്ടൊരു അരപ്പവൻ വാങ്ങാൻ നമുക്ക് കഴിയുമോ എന്ന് ഞാൻ പറയും. അപ്പോൾ എന്നോട് പറയും ഉമ്മ ഞാൻ ഓരോ പ്രാവശ്യം എനിക്ക് ശമ്പളം കിട്ടണതിൽ നിന്ന് കുറച്ചീച്ച മാറ്റി വെച്ച് അതൊക്കെ ഉണ്ടാക്കി വെച്ചിക്കണെന്ന് എൻ്റെ കുട്ടി പറഞ്ഞത്. അതിനിപ്പോൾ ഒരു പക്ഷേ ഒരു മോതിരമായിരിക്കും മൂല്യമുള്ളത് എന്നല്ലേ, അല്ലാതെ വലിയ 1 പവൻ്റെ 2 പവൻ്റെ ഒന്നും വേണം പറയണില്ലല്ലോ. എൻ്റെ കുട്ടിക്ക് അതിനകത്തൊരു സാമ്പത്തിക ശേഷി ഇല്ലേനു കേട്ടോ. അതൊക്കെ എൻ്റെ കുട്ടി തയ്യാറാക്കി വെച്ചിക്കണമെന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ പൈസ കിട്ടണമെങ്കിൽ കുറച്ചും കൂടി കൂട്ടണം. എൻ്റെ കുട്ടീൻ്റെ ആഗ്രഹം അതൊക്കെ തന്നെയാണ്. അല്ല ഇത് നിങ്ങൾ സ്വീകരിച്ചു, നിങ്ങൾക്ക് ഇനിയിപ്പോൾ എന്ത് കല്യാണത്തിൻ്റെ ആവശ്യത്തിനോ അല്ലെങ്കിൽ എന്ത് വീട് പണിക്ക് എന്ത് വേണമെങ്കിലും എടുത്തോളി എന്ന് പറഞ്ഞിട്ട് ആ ഉമ്മയുടെ കൈകളിൽ അത് ഏൽപ്പിച്ച് നിങ്ങളിത് വാങ്ങണം, വാങ്ങാതിരിക്കരുത്. ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു പോയി. പഠിച്ചോനെ ഷെഫിമോൻ്റെ നിങ്ങൾ ഉസ്താദ് നിങ്ങൾക്ക് ഇഷ്ടത്തോടെ തന്നാന്ന് വിചാരിച്ചാൽ മതി, വേറൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ആ ഉമ്മ പറഞ്ഞു. സത്യം പറഞ്ഞാൽ അവരുടെ കണ്ണുകൾ നിറഞ്ഞ് റബ്ബേ ഞങ്ങളുടെ ബുദ്ധിമുട്ടുള്ള ഈ ഒരവസ്ഥയൊക്കെ എങ്ങനെ റബ്ബേ ഇവർക്കിത്, എനിക്ക് നിങ്ങളോട് എന്താ പറഞ്ഞാൽ അറിയണില്ല. പഠിച്ചോ നിങ്ങൾ നന്നാക്കട്ടെ. എനിക്ക് ഷെഫി അറിഞ്ഞാൽ അത് നിങ്ങളൊന്നും വിചാരിക്കണ്ട, നിങ്ങളെ കയ്യിലവിടെ വെച്ചോളി. ഞങ്ങൾ തന്ന വിവരം അവനോട് പറയും വേണ്ടിട്ട് ഒരിക്കലും. ആയിക്കോട്ടെ ഇൻഷാ അല്ലാ. എൻ്റെ കുട്ടീൻ്റെ എന്തെങ്കിലും ആവശ്യത്തിന് ഞാൻ ചോദിച്ചുമ്പോൾ കൊടുത്തുകൊണ്ടുണ്ട് ഉമ്മ നിങ്ങളടുത്ത് ഉണ്ടോ ചോദിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാ ആയിക്കോട്ടെ. എന്നാൽ അങ്ങനെ അതാ ഷെഫി ഉസ്താദിൻ്റെ വീട്ടിൽ നിന്ന് ഫർസാനയുടെ ഉമ്മയും ഉപ്പയും അനിയത്തിയും അതാ യാത്ര പറഞ്ഞ് ഇറങ്ങുന്നു. ശരിക്കും പറഞ്ഞാൽ ഉസ്താദിൻ്റെ ഉമ്മ അത് നോക്കിക്കൊണ്ടിരുന്നു. റബ്ബേ എന്തൊരു നല്ല മനുഷ്യന്മാർ, പടച്ച റബ്ബേ നീ അവരെ കാക്ക്, അള്ളാഹുവേ അവർക്ക് നീ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യല്ലാ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാ ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് നാളെ കാണാം. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കുറച്ച് ടൈമിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഞാൻ ഇത്ര ലെങ്ത്ത് കുറച്ചത്. ഇൻഷാ അല്ലാ ഞാൻ വരണ്ട്. പിന്നെ അതുപോലെ തന്നെ
നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യാത്തവർ ആർക്കെങ്കിലും നിങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് അവർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി നാളെ കാണാം. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം ലെങ്ത്ത് കുറഞ്ഞതിൽ. പടച്ച റബ്ബ് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മക്കളെയും നമ്മുടെ ഫാമിലിയിൽപ്പെട്ട എല്ലാവരെയും നല്ല ഹയറായ രീതിയിൽ നമ്മളെല്ലാവരെയും പടച്ച റബ്ബ് ഈമാനോട് കൂടി മരിക്കാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടാവട്ടെ. ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ മക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.